രാഷ്ട്രീയത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ചെങ്ങന്നൂരിലെ സ്ഥാനാർത്ഥി നിർണയമാണ്. കോൺഗ്രസ് എന്ന പാർട്ടിയുടെ ഉള്ളിൽ എത്രത്തോളം അഴുക്കും ചതിയും ഒളിഞ്ഞിരിപ്പുണ്ട് എന്നറിയണമെങ്കിൽ ഇപ്പോൾ അവിടെ നടക്കുന്ന കാര്യങ്ങൾ ഒന്ന് വിശകലനം ചെയ്താൽ മതി. ഡൽഹിയിലെ AICC ഓഫീസിന്റെ മുറ്റത്ത് ഇപ്പോൾ പുകയുന്നത് ജനസേവനത്തിനുള്ള ചർച്ചകളല്ല, മറിച്ച് സ്വന്തം നേതാവിനെ പിന്നിൽ നിന്ന് കുത്തിയവർക്ക് എങ്ങനെ സീറ്റ് വാങ്ങി നൽകാം എന്നതിനെ കുറിച്ചുള്ള ഗൂഢാലോചനയാണ്. രമേശ് ചെന്നിത്തലയുടെ പിടിവാശിയിൽ ചെങ്ങന്നൂർ മണ്ഡലം ഇന്നൊരു രാഷ്ട്രീയ പരീക്ഷണശാലയായി മാറുകയാണ്. എന്താണ് സംഭവം എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സോളാർ വിവാദം കേരളത്തെ പിടിച്ചുലച്ചപ്പോൾ ഉമ്മൻചാണ്ടി എന്ന നേതാവിനെ തകർക്കാൻ ഇടതുപക്ഷം കിണഞ്ഞു പരിശ്രമിച്ചിരുന്നു. എന്നാൽ അന്ന് അവർക്ക് വടിയെറിഞ്ഞു കൊടുത്തത് ആരാണ്? അത് കോൺഗ്രസിനുള്ളിലെ തന്നെ ചില വിഷപ്പാമ്പുകളായിരുന്നു. മലയിലിൽ ശ്രീധരൻ നായർ അന്ന് ഉമ്മൻചാണ്ടിക്കെതിരെ മൊഴി നൽകിയപ്പോൾ കേരളം ഞെട്ടി. എന്നാൽ ആ ശ്രീധരൻ നായരുടെ പിന്നിൽ നിന്ന് ചരട് വലിച്ചത് ആരായിരുന്നു? അത് രമേശ് ചെന്നിത്തലയുടെ വലങ്കൈയായ B. ബാബുപ്രസാദ് ആയിരുന്നു. ശ്രീധരൻ നായരുടെ സ്വന്തം സഹോദരി പുത്രനായ ബാബുപ്രസാദ് സ്വന്തം പാർട്ടിയുടെ മുഖ്യമന്ത്രിയെ നാണം കെടുത്താൻ അന്ന് നടത്തിയ നീക്കങ്ങൾ കോൺഗ്രസിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കറുത്ത അധ്യായം തന്നെയാണ്. ഇപ്പോൾ അതേ ബാബുപ്രസാദിനെ സ്ഥാനാർത്ഥിയാക്കാൻ ശ്രമിക്കുകയാണ് രമേശ് ചെന്നിത്തല. ഓർത്തഡോക്സ് സഭയ്ക്ക് വലിയ സ്വാധീനമുള്ള ചെങ്ങന്നൂരിൽ ഉമ്മൻചാണ്ടിയെ ചതിച്ച ഒരാളെ സ്ഥാനാർത്ഥിയാക്കുന്നത് ആ ജനവിഭാഗത്തോടുള്ള വെല്ലുവിളിയാണ്. അധികാരം കിട്ടാൻ സ്വന്തം പാർട്ടിയെയും നേതാവിനെയും ചതിക്കുന്ന ഇക്കൂട്ടർക്ക് നാടിന് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും? ഹരിപ്പാട് MLA ആയിരുന്ന സമയത്തും വൈദ്യുതി ബോർഡ് അംഗമായിരുന്നപ്പോഴും ബാബുപ്രസാദിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ ഇന്നും അന്തരീക്ഷത്തിലുണ്ട്. എന്നിട്ടും വീണ്ടും ഇദ്ദേഹത്തെ തന്നെ കൊണ്ടുവരുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ചെന്നിത്തല സാറേ, ഒരു വശത്ത് ഉമ്മൻചാണ്ടിയെ ഇടതുപക്ഷം വേട്ടയാടി എന്ന് പറഞ്ഞ് കരയും, മറുവശത്ത് അതേ ഉമ്മൻചാണ്ടിക്കെതിരെ പരാതി കൊടുക്കാൻ ഹെൽപ്പ് ചെയ്തവനെ സ്ഥാനാർത്ഥിയാക്കാൻ വാശി പിടിക്കും. ഇതിനെ എന്ത് പേരിട്ട് വിളിക്കണമെന്ന് നിങ്ങൾ തന്നെ പറയാമോ? ചെങ്ങന്നൂരിലെ പാവം കോൺഗ്രസ് പ്രവർത്തകർ പോലും ചോദിക്കുന്നുണ്ട്, ഞങ്ങളുടെ നേതാവിനെ ഒറ്റക്കൊടുത്തവനെയാണോ ഞങ്ങളുടെ സ്ഥാനാർത്ഥി എന്ന്. ആ പാവങ്ങളോട് ഉത്തരം പറയാൻ നിങ്ങൾക്ക് മടിയുണ്ടാവില്ലായിരിക്കാം. കാരണം അധികാരം കിട്ടാൻ വേണ്ടി സ്വന്തം വീട് വരെ കത്തിക്കുന്ന ശൈലിയാണല്ലോ കോൺഗ്രസിന്റേത്. ചെങ്ങന്നൂരിൽ 3 പേരാണ് ലിസ്റ്റിലുള്ളത്. AB കുര്യാക്കോസും വിനു ചുള്ളിയും ഒക്കെ പാവം പ്രവർത്തകർക്കിടയിൽ ഓടി നടന്ന് പണിയെടുക്കുന്നവരാണ്. സർവേയിലും അവർക്കാണ് മുൻതൂക്കം. പക്ഷേ നമ്മുടെ രമേശ് ചെന്നിത്തലയ്ക്ക് അതൊന്നും പോരാ. അദ്ദേഹത്തിന് തന്റെ സ്വന്തം ആളായ ബാബുപ്രസാദിനെ തന്നെ വേണം. സോളാർ വിഷയത്തിൽ ഉമ്മൻചാണ്ടിയെ ഇടതുപക്ഷം വേട്ടയാടി എന്ന് പറഞ്ഞ് ചാനലുകളിൽ വന്നിരുന്ന് കരയുന്ന ഈ കോൺഗ്രസ് നേതാക്കളെ സമ്മതിക്കണം. ഒരു വശത്ത് ഉമ്മൻചാണ്ടിയുടെ പേര് പറഞ്ഞ് വോട്ട് ചോദിക്കും, മറുവശത്ത് അതേ ഉമ്മൻചാണ്ടിക്കെതിരെ പരാതി കൊടുക്കാൻ സഹായിച്ച ബാബുപ്രസാദിനെ സ്ഥാനാർത്ഥിയാക്കാൻ വാശി പിടിക്കും. ഇതെന്ത് ഏർപ്പാടാണ്? വോട്ടർമാരെന്ത പൊട്ടന്മാരാണോ? സ്വന്തം അമ്മാവനെ കൊണ്ട് മുഖ്യമന്ത്രിയായിരുന്ന നേതാവിനെതിരെ കേസ് കൊടുപ്പിച്ച ഒരാളെ എങ്ങനെയാണ് പ്രവർത്തകർക്ക് അംഗീകരിക്കാൻ കഴിയുക? ചെന്നിത്തലയുടെ ഗ്രൂപ്പ് വൈരാഗ്യം തീർക്കാൻ പാർട്ടിയെ തന്നെ പണയപ്പെടുത്തുന്ന കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. കോൺഗ്രസിൽ ഇപ്പോൾ പണിയെടുക്കുന്നവനോ ജനപിന്തുണയുള്ളവനോ അല്ല സീറ്റ്, മറിച്ച് ഗ്രൂപ്പ് നേതാക്കളുടെ കാലു പിടിക്കുന്നവരാണ്. ചെങ്ങന്നൂരിലെ സാധാരണ കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ തലയിൽ കൈവച്ചിരിക്കുകയാണ്. വോട്ട് ചോദിക്കാൻ ചെല്ലുമ്പോൾ ജനങ്ങൾ ചോദിക്കില്ലേ, ഉമ്മൻചാണ്ടിയെ ഒറ്റിക്കൊടുത്തവനാണോ നിങ്ങളുടെ സ്ഥാനാർത്ഥിയെന്ന്? ഈ വഞ്ചന തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഒരു വിഭാഗം പ്രവർത്തകർ ഇപ്പോൾ ഹൈക്കമാൻഡിന് പരാതി നൽകിയിരിക്കുന്നത്. സ്വന്തം തട്ടകമായ ഹരിപ്പാട് പോലും ബാബുപ്രസാദിനെ കൊണ്ട് കുഴപ്പത്തിലായ ചരിത്രമാണുള്ളത്. എന്നിട്ട് വീണ്ടും ഇദ്ദേഹത്തെ തന്നെ എഴുന്നള്ളിക്കുന്നത് എന്തിനാണ്? ഒരു നിലവാരവും ഇല്ലാത്ത പാർട്ടി ഈ ലോകത്തുണ്ടെങ്കിൽ അത് കോൺഗ്രസ് മാത്രമായിരിക്കും. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ ചെങ്ങന്നൂരിൽ നിങ്ങൾ കാണുന്നത്. സ്വന്തം നേതാവായ ഉമ്മൻചാണ്ടിയെ സോളാർ കേസിൽ കൊടുക്കാൻ കൂട്ടുനിന്ന ബാബുപ്രസാദിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കാൻ രമേശ് ചെന്നിത്തല വാശി പിടിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, അധികാരത്തിന് വേണ്ടി ആരെയും ഒറ്റിക്കൊടുക്കുന്നതാണ് കോൺഗ്രസ് ശൈലി. ഇതാണ് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ നിലവാരമില്ലായ്മ. പുറമെ BJPയും LDFനെയും എതിർക്കുന്നു എന്ന് പറയുമെങ്കിലും സ്വന്തം ഗ്രൂപ്പ് താല്പര്യത്തിന് വേണ്ടി CPMുമായി അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടാക്കാൻ ഇവർക്കൊരു മടിയുമില്ല. സോളാർ കേസിൽ ഉമ്മൻചാണ്ടിയെ കൊടുക്കാൻ CPMന് ക്ലൂ കൊടുത്തത് ഇതേ ചെന്നിത്തല ഗ്രൂപ്പിലെ ആൾക്കാരാണെന്ന ആക്ഷേപം ഇതിനും ഉദാഹരണമാണ്. സ്വന്തം പാർട്ടിയെ തോൽപ്പിച്ചായാലും വേണ്ടിയില്ല, ഗ്രൂപ്പ് ജയിക്കണമെന്ന ഈ നിലപാട് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. നാടിന്റെ വികസനത്തെക്കുറിച്ചോ ജനങ്ങളുടെ പട്ടിണിയെക്കുറിച്ചോ ചർച്ച ചെയ്യാൻ ഇവർക്ക് നേരമില്ല. ഡൽഹിയിൽ ഹൈക്കമാൻഡിന്റെ വാതിൽക്കൽ സീറ്റിനു വേണ്ടി ക്യൂ നിൽക്കുന്ന തിരക്കിലാണ് നേതാക്കൾ.
സ്വന്തം തട്ടകമായ ഹരിപ്പാട് പോലും നോക്കാൻ കഴിയാത്ത ബാബു പ്രസാദിനെ ചെങ്ങന്നൂരിൽ കൊണ്ടുവരുന്നത് അവിടെയുള്ള വോട്ടർമാരെ വിഡ്ഢികളാക്കുന്നതിന് തുല്യമാണ്. സ്വന്തം വീട് ഭരിക്കാൻ അറിയാത്തവരാണ് നാട് ഭരിക്കാൻ വരുന്നത്. ഗ്രൂപ്പ് കളിച്ച നേതാക്കളെ ചതിച്ചും യുവാക്കളെ വെട്ടിനിരത്തിയും ഇവർ കാണിക്കുന്ന ഈ അലമ്പ് രാഷ്ട്രീയത്തിന് ചെങ്ങന്നൂരിലെ ജനങ്ങൾ അറബിക്കടലിൽ തല്ലുന്ന കാലം അതിക്രമിച്ചു കഴിഞ്ഞു. ഇവരുടെ വീരവാദ പ്രസംഗങ്ങൾ കേട്ടാൽ തോന്നും ഇവരെ പോലെ നല്ലൊരു പാർട്ടി കേരളത്തിൽ വേറെ ഇല്ലെന്ന്. എന്നാൽ ഇന്ന് ആർക്കും അറിയാം ഈ പാർട്ടിയുടെ ഉള്ളിൽ നടക്കുന്നത് വെറും തമ്മിലടിയും ഗ്രൂപ്പ് പോരും ചതിയും മാത്രമാണെന്ന്. ഇതിലൊക്കെ ഏറ്റവും വലിയ തമാശ നമ്മുടെ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ കാര്യമാണ്. വലിയ ആദർശം പറയുന്ന സതീശൻ ഇതെല്ലാം കണ്ടിട്ടും ഒരക്ഷരം മിണ്ടാതിരിക്കുന്നത് എന്തിനാണ്? ഗ്രൂപ്പിന് അതീതനാണെന്ന് പറയുന്ന സതീശൻ ഉമ്മൻചാണ്ടിയെ ചതിച്ചവർക്ക് സീറ്റ് കൊടുക്കാൻ ചെന്നിത്തല നടത്തുന്ന ഈ കളിക്ക് മൗനാനുവാദം നൽകുകയാണോ? ഈ ചതിക്കെതിരെ ഒന്നും ശബ്ദിക്കാൻ പോലും ധൈര്യമില്ലാത്തവരാണോ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം? അപ്പോൾ സുഹൃത്തുക്കളെ, ഇതാണ് ചെങ്ങന്നൂരിലെ കോൺഗ്രസ് കോമഡി. സ്വന്തം പാർട്ടിയിലെ മുഖ്യമന്ത്രിയെ കൊടുക്കാൻ സ്വന്തം അമ്മാവനെ കൊണ്ട് കേസ് കൊടുപ്പിച്ച ടീമിനാണ് ഇപ്പോൾ ചെന്നിത്തല സാർ സീറ്റ് ചോദിച്ച് നടക്കുന്നത്. ഇതിനെയൊക്കെ എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടത്? ഒരു വശത്ത് ഉമ്മൻചാണ്ടിയുടെ പടം വെച്ച് വോട്ട് ചോദിക്കും, മറുവശത്ത് അദ്ദേഹത്തെ പണ്ട് പാര വെച്ചവർക്ക് കുപ്പായം തുന്നിക്കൊടുക്കും. നാണമില്ലേ ഈ ഇരട്ടത്താപ്പിനെന്ന് ചോദിച്ചാൽ ഇവർക്ക് ദേഷ്യം വരും. കോൺഗ്രസ് എന്ന പാർട്ടി ഇപ്പോൾ ഒരു നിലവാരവുമില്ലാത്ത ഒന്നായി മാറിയിരിക്കുകയാണ്. തമ്മിലടിയും ചതിയുമല്ലാതെ ജനങ്ങൾക്ക് വേണ്ടി ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്വന്തം വീട്ടിൽ കള്ളനുള്ളപ്പോൾ അയൽക്കാരനെ കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യവുമുണ്ടോ? ചെങ്ങന്നൂരിലെ ജനങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ട്. വോട്ട് ചോദിച്ചു വരുമ്പോൾ ഈ ചതിയുടെ കഥ നാട്ടുകാർ നിങ്ങളോട് ചോദിക്കും. കോൺഗ്രസിന്റെ ഈ പതനം ഇപ്പോൾ ഏകദേശം ഫുള്ളായി കഴിഞ്ഞു. ഇങ്ങനെയുള്ള വഞ്ചകരെയും അവരുടെ നാടകങ്ങളെയും നിങ്ങൾ തിരിച്ചറിയണം. ചതിക്കുന്നവർക്ക് വോട്ട് നൽകുന്നത് നിങ്ങളെ തന്നെ പറ്റിക്കുന്നതിന് തുല്യമാണ്. ഇവർ ഈ കേരളത്തിലെ വലിയ വീരവാദം പറയുമെങ്കിലും ഒരു സീറ്റിന്റെ കാര്യത്തിന് വേണ്ടി ഡൽഹിയിലെ ഹൈക്കമാൻഡിന്റെ വാതിൽക്കൽ പിച്ച ചട്ടിയുമായി നിൽക്കുന്ന അവസ്ഥയാണ്. സ്വന്തം നാട്ടിൽ ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ പോലും കെൽപ്പില്ലാത്തവരാണ് നാട് ഭരിക്കാൻ വരുന്നത്. ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് വെറും നോക്കുകുത്തിയാണ്. അവിടെ ചെന്ന് നേതാക്കൾ പരസ്പരം പാര വെക്കുന്ന തിരക്കിലാണ്. ഉമ്മൻചാണ്ടിയെ ഇടതുപക്ഷം വേട്ടയാടി എന്ന് പറഞ്ഞ് വോട്ട് ചോദിക്കാൻ ഇവർക്കൊരു നാണവുമില്ലേ? അദ്ദേഹത്തെ കുഴിയിൽ ചാടിക്കാൻ നോക്കിയവനെ തന്നെ കെട്ടിപ്പിടിച്ച് നടന്നിട്ട് ഇപ്പോൾ സഹതാപം വിൽക്കാൻ നോക്കുന്നത് വോട്ടർമാരെ വിഡ്ഢികളാക്കുന്നതിന് തുല്യമാണ്. ഇതൊക്കെ കാണുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ ആത്മാവ് പോലും ഈ കോൺഗ്രസുകാരെ ശപിക്കുന്നുണ്ടാവും. കോൺഗ്രസ് എന്ന പാർട്ടിയുടെ പതനം ഇപ്പോൾ 100% പൂർത്തിയായി കഴിഞ്ഞു. ഇവരുടെ വീരവാദം കേട്ടാൽ തോന്നും ഇവരെ പോലെ നല്ലൊരു പാർട്ടി വേറെ ഇല്ല എന്ന്. എന്നാൽ ഇതിന്റെ ഉള്ളിൽ നടക്കുന്നത് വെറും തമ്മിലടിയാണ്. സ്വന്തം ആൾക്കാരെ ചതിക്കുന്നവർ നാടിനു വേണ്ടി എന്ത് ചെയ്യാനാണ്? വോട്ട് ചോദിച്ചു വരുമ്പോൾ ചെങ്ങന്നൂരിലെ ജനങ്ങൾ ഈ വഞ്ചനയുടെ കഥ നിങ്ങളോട് ചോദിക്കും. ചതിയുടെ ഈ രാഷ്ട്രീയത്തിന് അന്ത്യം കുറിക്കാൻ സമയമായി. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.